നിലപാടിലേക്ക് എത്തിയാൽ അവരെവിടെ എത്തിച്ചേരും? ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അവരെവിടെ എത്തും? ഇന്ത്യയിൽ BJP കഴിഞ്ഞാലുള്ള ഒരു പാർട്ടിയല്ലേ? അവർ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നില്ലേ? അങ്ങനെ ഭരിക്കുന്ന കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അവരെവിടെ എത്തിച്ചേരും? ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? വസ്തുതകളെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിന്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിന്റെ ചില നേതാക്കളല്ലേ? അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാനും അവർ കഴിയുന്നില്ല. ഇന്ന് കേരളത്തിൽ അവർക്കെതിരായിട്ടുള്ള ഒരു അന്തരീക്ഷം വന്നിരിക്കുകയാണ്. ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ്. ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്, കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പുരോഗതി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഹാനികരമായി തീരുന്നു എന്ന് ഭയന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെടുക്കുന്ന നിലപാട് അതിവേഗം തിരുത്താൻ സാധിക്കണം. ശശി തരൂരാണ് ഈ കാര്യങ്ങൾ കേരളത്തിന്റെ വ്യവസായ രംഗത്തെ വളർച്ചയിലും കേരളത്തിന്റെ പുരോഗതിയിലും വസ്തുതാപരമായ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അപ്പൊ അതിനോടൊന്നും പ്രതികരിക്കാനൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. ഈ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അവരെവിടെ എത്തും? ഇന്ത്യയിൽ BJP കഴിഞ്ഞാലുള്ള ഒരു പാർട്ടിയല്ലേ? അവർ ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്നില്ലേ? അങ്ങനെ ഭരിക്കുന്ന കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അവരെവിടെ എത്തിച്ചേരും? അതാണ് കോൺഗ്രസ്സുകാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ തന്നെ ശശി തരൂരാണ് ശരി എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ്?